പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ രൂപീകരിച്ച ട്രസ്റ്റുകളിൽ നിന്ന് ക്ഷേത്രഭരണത്തിനായി രാജകുടുംബം പണം നൽകുന്നില്ലെന്ന് ക്ഷേത്രഭരണ സമിതി. ട്രസ്റ്റുകളുടെ ഭരണഘടനാ വ്യവസ്ഥ ലംഘിച്ച മൂലം തിരുനാൾ രാമവർമ്മയെ ട്രസ്റ്റി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഭരണസമിതി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണത്തിന് പണം കണ്ടെത്തുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ചിത്തിര തിരുനാൾ 3 ട്രസ്റ്റുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്ഷേത്രം വക ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കല്യാണ മണ്ഡപങ്ങൾ, ജുവലറി കടകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാടക ലഭിക്കുന്നത് ഈ ട്രസ്റ്റുകൾക്കാണ്. ക്ഷേത്രഭരണത്തിനുള്ള പണം ഈ ട്രസ്റ്റുകൾ നൽകണമെന്നും അതിൽ വീഴ്ച വരുത്തിയാൽ ട്രസ്റ്റി സ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ടവരെ നീക്കണമെന്നുമാണ് ട്രസ്റ്റിന്റെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത്. എന്നാൽ നിലവിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണത്തിനായി ഈ 3 ട്രസ്റ്റുകളിൽ നിന്ന് തിരുവിതാംകൂർ രാജകുടുംബം പണം നൽകുന്നില്ലെന്ന് ഭരണസമിതി ആരോപിക്കുന്നു. അതിനാൽ തന്നെ ട്രസ്റ്റുകൾ അതിന്റെ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിച്ചു. ഈ സാഹചര്യത്തിൽ മൂലം തിരുനാൾ രാമവർമ്മയെ ക്ഷേത്രം ട്രസ്റ്റി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ഭരണസമിതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. തിരുവിതാംകൂർ രാജകുടുംബം സഹകരിക്കാത്തതിനാൽ ട്രസ്റ്റുകളിലെ ഓഡിറ്റിംഗ് നടക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം ആമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ബി ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി.